അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും അവതരിപ്പിക്കുന്ന സ്ഥിരം വേദി കരുനാഗപ്പള്ളിയിൽ ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. തിയേറ്ററിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. രാജ്യാന്തര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിലാണ് ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. കരുനാഗപ്പള്ളിയിൽ നടത്തിയ പ്രവർത്തനോദ്ഘാടനം എം മുകേഷ് MLA നിർവഹിച്ചു. ഒരു നാടകത്തിൽ നല്ല അഭിനയിച്ചാൽ, ഒരു നൃത്തം നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ കൈയടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ നെഞ്ചത്തടിക്കും. ഒരുത്തം പോയി, ഇവൻ ഇനി എന്താകുമോ എന്തോ ദൈവത്തിനറിയാം. അധ്യാപകരും പറയും പോയി. കാരണം ഒരു ഗ്യാരണ്ടിയും ഇല്ല. എങ്ങനെയെങ്കിലും പഠിച്ചൊരു ക്ലാർക്കാവാൻ നോക്കുന്നതിനിടയ്ക്കാണ് അവന്റെ പാട്ടും അഭിനയം. അതും കണ്ടു വളർന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. ഒരു ദിവസം ഇതേപോലെ ഒരു പത്രത്തിനകത്ത് ഒരു ന്യൂസ് വന്നു. കേരള യൂണിവേഴ്സിറ്റി, അന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ശ്രീ സുരേഷ് കുറുപ്പാണ്. അദ്ദേഹം ഒരു പരസ്യം കൊടുത്തിരിക്കുകയാണ്, ഒരു വാർത്ത. കേരള യൂണിവേഴ്സിറ്റിയിലെ നാടകത്തിന് താല്പര്യമുള്ളവർ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശങ്കരപ്പിള്ള സാറിന്റെ നേതൃത്വത്തിൽ, PK വേണുകുട്ടൻ നായർ, വൈലാവ വാസുദേവൻപിള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ക്യാമ്പ് ഡയറക്ടർ ശങ്കരപ്പിള്ള സാറാണ്. അപ്പോൾ ആഗ്രഹമുള്ളവർ അപേക്ഷിക്കുക. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 20 പേരെയാണ് തിരഞ്ഞെടുക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ്. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം KSFE ചെയർമാൻ K വരദരാജനും യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരനും നിർവഹിച്ചു. ഇത്തരത്തിലൊരു സംവിധാനം ഗ്രാവിറ്റിയെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ യൂട്യൂബിലൂടെയൊക്കെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് വഴി മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരണത്തിൽ വന്നുകൊണ്ട് തീർച്ചയായിട്ടും യുവാക്കൾക്കിടയിൽ കൂടി ഇത് ചർച്ചയാകുന്ന തരത്തിലേക്ക് ഈ പരിപാടി മാറട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് B കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. S ജയകൃഷ്ണൻ, N വിശ്വംഭരൻ, V വിമൽ റോയ് എന്നിവർ പങ്കെടുത്തു. സംഘടനയുടെ നേതൃത്വത്തിൽ OB വിജയന്റെ കൃതിയെ അടിസ്ഥാനമാക്കി ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ ഇതിഹാസ നാടകം ഖസാക്കിന്റെ ഇതിഹാസം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കും. നാടകാവതരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള 5 മാസം താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളും നടത്തും. തീർച്ചയായും ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ വായിച്ചിട്ടുള്ളവർക്ക് അതൊരു നാടകമാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ അതിശയം തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാണാൻ ഒരവസരം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും ഈ നാടകം നടത്തുക എന്ന ലക്ഷ്യത്തോടെ അല്ല ഈ സമിതി ഉണ്ടാക്കുന്നത് എന്ന് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു. അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞതും നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെയും എഴുത്തുകാരെയും മറ്റ് നാനാ മേഖലകളിൽ പെട്ടിട്ടുള്ള സർഗവാസനയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.